ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാനിന്ന് ഓണമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യണോ, ഒരു കുക്കിംഗ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. പ്രോഗ്രാമല്ല, ഏതോ വലിയ സിനിമ നടിയായതിൻ്റെ ഒട്ടും പ്രോഗ്രാം എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ ഒരു മലയാളി ഡ്രസ്സിലൊക്കെ ഇങ്ങനെ സെറ്റ് മുണ്ടുമൊക്കെ ഉടുത്തിട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇന്ന് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ന് നമ്മളെല്ലാ സദ്യയ്ക്കും നമുക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫുഡാണ്, ഒരു കറിയാണ് പരിപ്പ് കറി. ആ പരിപ്പ് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് കാണിക്കാം നിങ്ങൾക്ക്. പിന്നെ പരിപ്പ് കറി പല രീതിയിലും തമിഴ്നാട്ടിൽ വേറെ ഒരു രീതിയിൽ വയ്ക്കും. എന്നാലും നമ്മളെ കേരളത്തിൽ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ച് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപ്പ് കറി വയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഓണ സംബന്ധമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഡ്രസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത്. പിന്നെ അതുകൊണ്ട് പിന്നെ കുറച്ച് പച്ച ബ്ലൗസൊക്കെ ഇട്ട്, അതുപോലെ ഒരു കുറച്ച് പച്ച വളയൊക്കെ അങ്ങ് ഇട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പരിപ്പ് കറിക്ക് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാൻ പറയാം. വളരെ എളുപ്പമാണ് ഈ ഒരു കറി വയ്ക്കാൻ വേണ്ടി, പരിപ്പ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എൻ്റെ മൂക്കൊന്ന് അടഞ്ഞിരിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനൊരു വിക്കൽ വരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദ്യ ആവട്ടെ, ഒരു എന്തെങ്കിലും ഒരു നമ്മളെ കേരളത്തിൽ എന്ത് ഒരു ഊണിന് സദ്യ ആയിരുന്നാലും നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പരിപ്പ് കറിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ സാമ്പാർ, അതുപോലെ കറികൾ പോലും നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിയൽ, കിച്ചടി, എന്ത് പറഞ്ഞാലും നമ്മൾ ആദ്യം പറയുന്ന വായിൽ വരുന്നൊരു വാക്കാണ് പരിപ്പ് കറി എന്നുള്ളത്. പരിപ്പിൻ്റെ കൂടെ പപ്പടവും നെയ്യും ഒക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നതാണ് നമ്മളെ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറി. അതുപോലെ എൻ്റെ വീട്ടിൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് പരിപ്പ് കറി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ പരിപ്പ് കറി എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. പിന്നെ ഈ തേങ്ങയും ജീരകവും കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് ഒന്ന് അരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. ഈ ഒരു മഞ്ഞ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആക്ച്വലി വന്നിട്ട് പച്ച കളർ പയർ വറുത്ത് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ മഞ്ഞ രീതിയിലുള്ള പയറാണ് വന്നിട്ടുള്ളത്. പിന്നെ വേണ്ടിയത് ജീരകമാണ്, ജീരകം ആവശ്യത്തിന്. പിന്നെ വേണ്ടിയത് 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് തേങ്ങ, പിന്നെ വെളുത്തുള്ളി ഇതുപോലെ 2-3 അല്ലി വേണം. ഇത്രയും പാത്രത്തിലേക്കാണ് ഞാൻ പരിപ്പ് കറി വയ്ക്കാൻ പോകുന്നത്. ഇത് നാട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ടുവന്ന പാത്രമാണിത്. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇപ്പോൾ ഈ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുക. ഇത് ഞാൻ ഇതിലോട്ടിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. തേങ്ങ, ജീരകം, 2 പച്ചമുളക് ഇത്രയിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത്. എരിവിന് മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ടാണ് 2 പച്ചമുളക് ചേർക്കുന്നത്. ആവശ്യത്തിന്, നിങ്ങൾക്ക് ആവശ്യത്തുള്ള എരിവിന് അനുസരിച്ചിട്ട്. ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ 1 പച്ചമുളക് ഇട്ടാൽ മതി. ഇതിന് ആ ഒരു കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിൽ. അല്ലാതെ എരിവിൻ്റെ ഒരു കറിയല്ല. ആദ്യം നെയ്യൊക്കെ ഒഴിക്കുന്നുണ്ട്, എരിവ് ഒഴിവോടാവാൻ പാടില്ല. അതുകൊണ്ടാണ്. ഇനി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യം തേങ്ങ ഈ ജാറിലോട്ടൊക്കെ ഇടണം. പിന്നെ കുറച്ച് ജീരകം ഇട്ട് അരച്ചെടുക്കാം ഇത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ വെളുത്തുള്ളി ഒന്ന് നല്ലോണം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്തിട്ട് അതിലോട്ടിടണം, തേങ്ങയിലോട്ട്. ഈ ഫുള്ള് തൊലി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല വെളുത്തുള്ളിക്ക്. ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇത് കുറച്ച് ഇതിൻ്റെ തൊലിയിലാണ് നല്ല മണവും അതിൻ്റെ ആ ഒരു ഇതെല്ലാം ഇരിപ്പുള്ളൂ. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്താൽ മതി. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ ഒരു തണ്ട് മാത്രം എടുത്താൽ മതി എന്നേ ഉള്ളൂ വെളുത്തുള്ളിക്ക്. അങ്ങനെ ഇഞ്ചിക്കാണ് തൊലിയെല്ലാം ചെത്തിക്കളയുന്നത്. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതൊന്ന് നല്ല രീതിയിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഈ 3 കൂടെ ചേർന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റിന് ഒരു സാധനം കൂടെ ഇടാനുണ്ട്. തേങ്ങയിലോട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടാണ്, ജീരകവും ഒക്കെ കൂടെ ഇട്ടിട്ടാണ് ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട്
കറിവേപ്പില, ഈ കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്കിത് തിളപ്പിക്കുമ്പോൾ തന്നെ ചൂടാക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ച് അതിലോട്ടിടാൻ പറ്റും. അപ്പോൾ ഇതും കൂടെ ഞാനൊന്നിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. തേങ്ങ കറി വയ്ക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഒന്ന് അരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജോലിയൊക്കെ വേഗം തീർന്നു. ചിലരിത് കടുക് വറുത്തെടുക്കും. പക്ഷേ ഞാനത് കടുക് വറുത്തെടുക്കുന്നില്ല. നമ്മൾ ആ ഒരു കേരള സ്റ്റൈലിൽ നമ്മൾ പരിപ്പ് വേവിച്ചിട്ട് ഇതിൽ ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചെടുക്കുന്നത്. അതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വറുത്തെടുക്കാം. പക്ഷേ യഥാർത്ഥ ഒരു പരിപ്പിൻ്റെ രീതി എന്ന് പറയുന്നത് ഞാൻ കാണിക്കുന്ന രീതിയിലാണ്. ഇതിലോട്ട് തന്നെ അരച്ച് വച്ചിരിക്കുന്ന ഈ ഒരു പരിപ്പിൻ്റെ കൂട്ട് ഞാൻ ഇതിലേക്കിടാം. ഇപ്പോൾ പരിപ്പിന് മഞ്ഞ കളറുള്ളതുകൊണ്ട് ഈ ഒരു അരപ്പിനും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് എടുക്കണം. ഞാനൊരു അര സ്പൂൺ ഉപ്പാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ അര സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലോട്ട് ഇടാൻ പോവുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ശകലം കൂടെ വെള്ളം ചേർക്കാൻ തോന്നുന്നു. ഇത് ഇത്തിരി കട്ടിയായി. കുറച്ചുകൂടെ ലൂസായിട്ട് നമുക്കിത് എടുക്കാം. വെള്ളം കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ചൊന്ന് എണ്ണ ഒഴിക്കുക, പച്ച എണ്ണ. ഇത്രയേ ഉള്ളൂ ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ആ കറിവേപ്പിലയുടെ മണവും എണ്ണയും കൂടെ ആയിട്ടൊക്കെ നല്ലതായിട്ടുണ്ട്. ഇതാ നല്ല പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് തിളയ്ക്കണ്ട. ഇത് ഞാൻ ഒരു സെർവിങ് ഡിഷിലോട്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല തിളച്ച് നല്ലൊരു മണം വരുന്നുണ്ട്. ഒരുപാട് തിളയ്ക്കുന്നില്ല. ഒന്ന് നല്ല ചൂടായി വന്നാൽ മതി. എല്ലാം ഒന്ന് ചൂടായി കുറച്ച് ലൂസും കുറച്ച് ഒരു കുറുകിയ പരുവം. അതാണ്. ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. ഇതിലിനി നെയ്യും കൂടെ ഒഴിച്ചിട്ട് അത് ചോറ് ഇടുമ്പോഴത്തേനും കുറച്ച് പരിപ്പ് ഒഴിച്ചാൽ നെയ്യും കൂടെ ഇട്ട് പപ്പടം കൂടെ വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വേറെ ഒരു കറിയും വേണ്ട. ഇപ്പോൾ ഒന്ന് നല്ല തിളയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് എടുക്കണം. ഇതൊന്ന് വാങ്ങിയെടുക്കണം. ഇത്രയും മതി. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇതാണ് നമ്മുടെ നാട്ടിലെ ട്രിവാൻഡ്രം പരിപ്പ് കറി. പച്ചമുളക് ആവശ്യത്തിന് ഇടാവും. കുറച്ച് നല്ലൊന്ന് ചൂടാവണം. എന്താ പറഞ്ഞാൽ അതിൽ കുറച്ച് തേങ്ങയിൽ ഒഴിച്ച വെള്ളം പച്ചവെള്ളമാണല്ലോ. അതുകൊണ്ടാണ് വെറുതെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കി വെക്കുന്നത്. സംഗതി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈൽ പരിപ്പ് കറി റെഡി. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ. അത് യൂട്യൂബിൽ കൂടെ തന്നെയാണ് മെസ്സേജ് ഇടേണ്ടത്. കമൻറ്റ് ബോക്സ് എന്ന് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കും. അതിൽ കൂടെ നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പിലും വിളിച്ച് അങ്ങനത്തതല്ല. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തായാലും ഒരു ചാനൽ ഞാൻ തുടങ്ങി. അതിൻ്റെ അടിയിൽ കമൻറ്റ്സ് വന്നേ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അതിൽ ഒരു ഇതായിട്ടുള്ളത് ആ ഒരു ഇത് വെച്ച് നിങ്ങൾക്ക് കമൻറ്റ് നല്ലതാണോ അഴിക്കാണോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഇത് ഉൾക്കൊള്ളിക്കാനുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അതിൽ കൂടെ എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഓണാശംസകൾ. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. ആണ് ഇന്നത്തെ ഒരു പരിപ്പ് കറി. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം.